കൊട്ടാരങ്ങൾ കൊണ്ടും കോട്ടകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന രാജസ്ഥാനിൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന പള്ളിയാണ് ദായിദീൻ കാ മസ്ജിദ് അഥവാ ജിന്നുപള്ളി. അജ്മീർ പള്ളിയുടെ മുൻവശത്തു നിന്ന് വലത്തോട്ടുള്ള വഴികളിലൂടെ 300 മീറ്റർ സഞ്ചരിച്ചാൽ പഴയ പ്രൗഢഗംഭീരമായ ഒരു കവാടം കാണാം. ആ കവാടവും കഴിഞ്ഞ് വീണ്ടും 200 മീറ്റർ സഞ്ചരിച്ച് വലത്തോട്ടുള്ള വഴികളിലൂടെ ചെന്നാൽ കുറേ പടവുകൾ കാണാം. വലിയ മസ്ജിദ് എന്ന വിശേഷണമുള്ള ജിന്നുപള്ളിയിലേക്കാണ് നാം എത്തുന്നത്. പ്രവേശന കവാടത്തിൻ്റെ ഇടതും വലതും വശങ്ങളിൽ പൂട്ടിയിട്ട കുറേ മുറികൾ കാണാം. വിശാലമായ അങ്കണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുറേ ശവക്കല്ലറകളും ഉണ്ട്. പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അഫ്ഗാനിൽ നിന്നും അജ്മീറിലേക്ക് പോന്ന കുത്തുബുദ്ദീൻ മുഹമ്മദ് ശിഹാബുദ്ദീൻ അന്നത്തെ തൻ്റെ ഡൽഹി ഗവർണറായ കുത്തുബുദ്ദീൻ ഐബക്കിനോട് തനിക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ പള്ളി നിർമ്മിക്കാൻ പറയുകയും അങ്ങനെ 2.5 ദിവസം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് ഇത്. ഇതിൻ്റെ താഴികക്കുടം പൂർത്തീകരിക്കാത്തതും ഇത്രയും വലിയ ഒരു പള്ളി മനുഷ്യനാൽ നിർമ്മിക്കാൻ 2.5 ദിവസം കൊണ്ട് കഴിയില്ല എന്നതുകൊണ്ടും ഇത് ജിന്നുകളുടെ സഹായത്താൽ നിർമ്മിച്ചതാണെന്നും ഐതിഹ്യം. പുറം ഭാഗം ചതുരാകൃതിയാണ്. 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഒന്ന് തെക്കു ഭാഗത്തും മറ്റൊന്ന് കിഴക്ക് ഭാഗത്തും. വടക്ക് ഭാഗം പാറക്കൂട്ടങ്ങളടങ്ങിയ കുന്നുകളാണ്. പടിഞ്ഞാറ് വശത്തുള്ള മസ്ജിദിന് 10 താഴികക്കുടങ്ങളുണ്ട്, 124 തൂണുകളും. കിഴക്ക് ഭാഗത്ത് 92 തൂണുകളും ശേഷിക്കുന്ന ഭാഗത്ത് 64 തൂണുകളും. മൊത്തം 344 തൂണുകൾ ഉണ്ടെങ്കിലും ശേഷിക്കുന്നത് 70 തൂണുകൾ മാത്രമാണ്. ഈ പുരാതന നിർമ്മിതി കല്ലുകൾ മാത്രം ഘടിപ്പിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1192 കുത്തുബുദ്ദീൻ ഐബക്ക് കമ്മീഷൻ ചെയ്യുകയും ഹറാത്തിലെ അബൂബക്കർ രൂപകൽപ്പന ചെയ്ത ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഉദാഹരണമാണ്. 1213 ഡൽഹി സുൽത്താനായ ഇൽത്തുമിഷ് ഇതിനെ കൂടുതൽ മനോഹരമാക്കി. ഹിന്ദു, മുസ്ലിം, ജൈന വാസ്തുവിദ്യയുടെ മിശ്രിതമായ ഇതിനെ മറാത്ത നേതാവ് ദൗലത് റാവു സിന്ധ്യ മധ്യഭാഗത്തെ താഴികക്കുടം പുനഃസ്ഥാപിക്കുക കൂടെ ചെയ്തു. 1947 വരെ ഈ നിർമ്മിതി പള്ളിയായി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടെ ഈ പള്ളി ആർക്കിയോളജിക്കൽ ഇന്ത്യയുടെ ജയ്പൂർ സർക്കിളിലേക്ക് മാറ്റുകയും ചെയ്തു. എല്ലാ മതക്കാരും സന്ദർശിക്കുന്ന അതിബൃഹത്തായ ഒരു നിർമ്മിതി കൂടിയാണ് ഇത്. ഈ മസ്ജിദിൻ്റെ പുറംചുമരുകളിലുള്ള അറബി കാലിയോഗ്രാഫിയും കൊത്തുപണികളും അതിമനോഹരമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്മാരകം വേണ്ടത്ര പരിചരണം ലഭിക്കാത്തതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസങ്ങളും മിത്തുകളും ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വാസ്തുവിദ്യയാണിത്. ഡൽഹിയിലെ കൂവത്തുൽ ഇസ്ലാം പള്ളിയോട് നല്ല സാമ്യമുണ്ട് ഈ പള്ളിക്ക്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ നിർമ്മിതിയാണെന്ന വിശ്വാസത്തെ ഊന്നും വിധം. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ ജിന്നുപള്ളി ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു.